എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു പേപ്പർ റോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു സർക്കിൾ പോലെ, അതായത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി വെളിയിലേക്ക് പോകത്തക്ക രീതിയിൽ ഇതേപോലെ ഒരു കോയിൽ പോലെ നമ്മൾ വരയ്ക്കുക. സൈഡിൽ കാണുന്ന ആ പടത്തിലെ പോലെ നമ്മൾ വരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. എൻ്റെ കയ്യിലൊരു വേവി സിസർ ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ഞാൻ മുറിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സിസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് ഈ റോസ് ഉണ്ടാക്കാം. അകത്ത് വരെ നമ്മൾ മുറിച്ചെടുക്കുക. ഇനി സൈഡിൽ കാണുന്ന ആ എക്സ്ട്രാ പേപ്പറുകൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക. കുറച്ചും കൂടി എളുപ്പം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു പേപ്പറായിട്ട് ആദ്യം മുറിച്ചിട്ട് നമ്മൾ ഇതേപോലെ അകത്ത് വരച്ചാലും മതി. ഇപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്യുക. കൈകൊണ്ട് റോൾ ചെയ്യാം, അല്ലെങ്കിൽ വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വരെ നമ്മൾ കറക്റ്റായിട്ട് നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊന്ന് അയച്ചു കൊടുക്കണം. ആ ടൈറ്റ് കോയിൽ നമ്മൾ കുറച്ചൊന്ന് അയച്ച് ലൂസാക്കി കൊടുത്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുമ്പോഴോ ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിനൊരു സ്റ്റെമ്മ് കൂടി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ പേപ്പർ ഇതേപോലെ എടുക്കുക, അത് റോൾ ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇപ്പം നന്നായി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലീവ്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഒരു പകുതി ലീഫായിട്ട് അത് ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റോസിൻ്റെയൊക്കെ ഇല പോലെ തന്നെ കിട്ടും. ഒന്ന് അകത്തേക്ക് മുറിച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയ ഒരു കട്ട്. ഇനി നടുക്ക് നമ്മളൊരു ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അത് ആ സ്റ്റെമ്മിലേക്കൂടെ കടത്തി വിടും. എന്നിട്ട് മുകളിൽ ആ റോസും കൂടി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ നമ്മൾ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ. എനിക്കിവിടെ 3ആയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. അതൊന്ന് ഡ്രൈ ആയിട്ടേ നമ്മൾ ഇനിയും ഈ സ്റ്റെമ്മൊക്കെ അതിൻ്റെ സ്റ്റെമ്മിൽ കൂടി ഈ ലീഫ് കടത്തി വിടാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ലീഫും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതും വേണമെങ്കിൽ നിങ്ങളൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി മുകളിൽ നമ്മളൊരു ഹാഫ് പേള് അല്ലെങ്കിൽ ഒരു മുത്തായാലും മതി, അതവിടെ ഒട്ടിക്കുക. അങ്ങനെ എളുപ്പത്തിൽ ഒരു പേപ്പർ റോസ് തയ്യാറായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.